മൂവാറ്റുപുഴ ഐസക്സ് ആൻഡ് മറിയ തിയേറ്റർ. അപ്പോ കുറെ കാലമായിട്ട് തിയേറ്റർ അണ്ടർ റിനോവേഷനിലായിരുന്നു. അപ്പോൾ എന്ന് ഓപ്പൺ ചെയ്യും എന്നുള്ളത് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴക്കാര് പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്ന ഒരു വലിയ തിയേറ്റർ ഹോൾ തന്നെയായിരുന്നു നമ്മുടെ ഐസക്സ് ആൻഡ് മറിയ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്ന് ഓപ്പൺ ചെയ്യും? കുറെ കാലം ആയില്ലേ, ഉടനെ ഓപ്പൺ ചെയ്യോ? അപ്പൊ അതിന്റെ കുറെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇതുവരെ തിയേറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് തിയേറ്ററിൽ വന്നിരിക്കുന്ന കാര്യം നോക്കാം കേട്ടോ. അപ്പൊ നേരെ നമ്മൾ പോകുന്നത് തിയേറ്ററിന്റെ പുറത്തേക്കാണ്, അതായത് തിയേറ്ററിന്റെ എക്സ്റ്റീരിയർ. ആ ബിൽഡിങ്ങിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാലേ, പണ്ട് നമ്മൾ തിയേറ്ററിൽ നോക്കുന്ന സമയത്ത് തിയേറ്ററിന്റെ മുൻപിലായിട്ട്, അതായത് സെൻട്രൽ പോർഷനിലായിട്ട് ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഐസക്സ് ആൻഡ് മറിയ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ആ പേര് കാണുന്നില്ല കേട്ടോ. പകരം തിയേറ്ററിന്റെ വലതുഭാഗത്തായിട്ട് പുതിയ ലോഗോയും പുതിയ പേരുമാണ് വന്നിരിക്കുന്നത്. പുതിയ പേരോ? അതെന്താണ്, തിയേറ്റർ പേര് മാറ്റിയോ? മാറ്റി, പക്ഷേ വലിയ മാറ്റമല്ല, ചെറിയൊരു മാറ്റമാണ്. എന്താ ചോദിക്കുകയാണെങ്കിൽ അതിന് നടുക്കുള്ള ഒരു ആൻഡ് ഉണ്ടല്ലോ, ആ ആൻഡ് ഇപ്പൊ കാണുന്നില്ല. പകരം ഐസക്സ് മറിയ തിയേറ്റർ എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പുതിയ ലോഗോ, ആ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ FOC ചാനലിന്റെ ലോഗോയ്ക്കകത്തും ഏതാണ്ട് ഇതുപോലത്തെ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ ലോഗോ ആയിട്ടാണ് തിയേറ്റർ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് തിയേറ്ററിന്റെ രണ്ട് പോർഷനിലായിട്ടും, അതായത് മുൻപിലും അതുപോലെ തന്നെ സൈഡിലായിട്ടും ഈ ഒരു പേരും ലോഗോയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ തിയേറ്ററിന്റെ ഭാഗത്ത് നിന്നും കുറെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അവരുടെ പുതിയ ഫേസ് പേജിൽ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ പഴയ വലിയ സീറ്റിംഗ് കപ്പാസിറ്റി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, അത് അവര് വെട്ടി ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി തിയേറ്ററിന്റെ ആ ഒരു പഴയ 2 സ്ക്രീൻ മാറ്റി 3 സ്ക്രീനോ 4 സ്ക്രീനോ ഒക്കെ ആക്കി ചുരുക്കി എന്ന് ഞങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും 2 സ്ക്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഐസക്സ് സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം 432 സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ മറിയുടെ കാര്യം നോക്കുവാണെങ്കിൽ 328 സീറ്റാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഈ 2 സ്ക്രീനും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 760 സീറ്റാണ് നമ്മുടെ പുതിയ ഐസക് മറിയ തിയേറ്ററിൽ വരുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പൊതുവേ തിയേറ്ററുകാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും സീറ്റിന്റെ നമ്പർ കുറയ്ക്കുന്നത്. ഈ വെറുതെ ഇങ്ങനെ കടന്നൽ കൂട് പോലെ ഇങ്ങനെ അടുപ്പിച്ച് സീറ്റ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് സമാധാനപരമായിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് മുൻനിർത്തിക്കൊണ്ടായിരിക്കും എന്തായാലും തിയേറ്ററിന്റെ സീറ്റ് നമ്പർ കുറച്ചിട്ട് നമുക്ക് സൗകര്യപ്രദമായിട്ടിരുന്ന് സിനിമ കാണുന്ന രീതിയിൽ തിയേറ്ററുകാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. വലിയ രീതിയിലൊന്നും കുറച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചിട്ടുണ്ട്, ഒരു 100 മോളി സീറ്റ് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ക്ഷമിക്കാല്ലേ, നമുക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗണ്ട് ഫോർമാറ്റ് ആണ്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ക്രീനും ഡോൾബി അറ്റ്മോസ് ആണ് എന്നുള്ളതാണ്. അതൊരു വലിയ അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ സ്പീക്കേഴ്സിന്റെ ബ്രാൻഡ് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൾസിന്റെ സ്പീക്കേഴ്സ് ആണ് അപ്പൊ ഈ 2 സ്ക്രീനിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പ്രൊജക്ഷന്റെ കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. 4K തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ നോക്കാം. എന്നാലും ഒരു മിനിമം ഒരു സ്ക്രീൻ എന്തായാലും 4K ലേസറും കൂടെ ഉണ്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ 4K ഡോൾബി അറ്റ്മോസിൽ എന്തായാലും മൂവാറ്റുപുഴക്കാർക്ക് ഇനി ഗംഭീരമായിട്ട് സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ അടുത്ത വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് തന്നെയാണ്. എന്ന് തിയേറ്റർ ഓപ്പൺ ചെയ്യും? കുറേ കാലമായിട്ട് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുമല്ലേ, ഉടനെ കാണാൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല, നമ്മൾ തിയേറ്ററിന് പുറത്ത് നിന്ന് കണ്ടൊരു കാര്യമാണ്. എന്താന്ന് ചോദിക്കുകയാണെങ്കിലേ, നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിന്റെ പോസ്റ്റർ തിയേറ്ററിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആടുജീവിതം റിലീസ് ആവുന്നത് മാർച്ച് 28-നാണ്. അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് തിയേറ്റർ തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പേ തുറക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു വലിയ ഹൈപ്പുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആടുജീവിതം തന്നെയാണ്. അപ്പൊ ആ ഒരു സിനിമയോട് കൂടിയിട്ട് എന്തായാലും നമ്മുടെ മൂവാറ്റുപുഴ ഐസക്സ് മറിയ തിയേറ്റർ തുറക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇനിയും എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ അറിയിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത വീട്ടിൽ അപ്പോൾ അതായിരിക്കും. ബൈ.